നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഒരു നൈറ്റ് വാക്കിന് പോവാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കാരോക്ക് അമ്പലമുണ്ട്, അതിൻ്റെ കുളത്തിൻ്റെ അടുത്തേക്കാണ് പോണത്. പോണ വഴിക്ക് നമ്മളൊരു ആഫ്രിക്കൻ ഒച്ചിനെ കണ്ടു. വലുതാണത്. ഇത് ചെടികൾക്കൊക്കെ വളരെ ഭീഷണിയായിട്ടൊരു സാധനമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നിറയെ കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് പഠിപ്പിക്കണ്ട. ഈ പറഞ്ഞ സംഭവങ്ങൾ കാരണം ഈ പേടി ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് കുളത്തിൽ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് കുളത്തിൽ വന്നു കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ പോകുമ്പോ നമ്മള് വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് ആരോ വലിച്ചിടുന്ന പറയാം. നിങ്ങൾ ഇങ്ങനത്തെ കഥകൾ കേട്ടിട്ടുണ്ടോ? രാത്രിയും പിന്നെ ഉച്ച നേരത്തൊക്കെ കുളത്തിലൊക്കെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാലൊന്നും അടുത്തൊന്നും ആരും ഉണ്ടായിരിക്കില്ല രക്ഷിക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കും പണ്ട് കാരണന്മാർ അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ നല്ല രാത്രി 1 മണി 2 മണിയൊക്കെ ആയിരുന്നു. എന്നാലും അവിടെ കുറേ പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. പെട്ടെന്ന് കുളത്തിലൊരു ഇനക്കം കണ്ട് നോക്കിയപ്പോൾ വലിയൊരു മീൻ. നമ്മൾ കണ്ടപ്പോൾ ബ്രാലാണെന്നാണ് വിചാരിച്ചത്. പിന്നെ വെളിച്ചത്തേക്ക് അത് വന്നപ്പോൾ മനസ്സിലായി ബ്രാലല്ല, വേറെന്തോ ഒരു മീനാണെന്ന്. പക്ഷെ വലിയൊരു മീനായിരുന്നു. അപ്പോൾ മീനെ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നു, പിറ്റേ ദിവസം നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്ന്. പിന്നെ ഈ കുളവും അതിൻ്റെ പരിസരമൊക്കെ റീസെൻ്റായിട്ട് അവർ പേയ്മെൻ്റൊക്കെ ഇട്ട് ബെഞ്ചൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ നിറയെ പേരൊക്കെ ഇതിൽ നടക്കാനൊക്കെ പോകാറുണ്ട്. നല്ല രസമാണ് ഇപ്പോൾ കാണാനായിട്ട്. കുഞ്ഞു തള്ളിയിടേ. കുറേ മീനിനെ കണ്ട സന്തോഷവും പിന്നെ എല്ലാവരും കൂടി പുറത്തിറങ്ങിയതിൻ്റെ ഒരു അർമാദമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലത്തെ നല്ല നല്ല കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. നല്ലൊരു പ്രത്യേക ഫീലാണ്, നല്ലൊരു വൈബാണ്. എല്ലാവർക്കും നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഡേയ്സൊക്കെ യൂട്ടിലൈസ് ചെയ്യണം നല്ലോണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് പ്ലാനിങ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ആകെ അസ്വസ്ഥത പ്രകടിപ്പിച്ച് തുടങ്ങി. നല്ലോണം രാത്രിയായി, പോവാം, ഉറക്കം വരുന്നു, അങ്ങനത്തെയൊക്കെ വിഷയങ്ങളായപ്പോൾ നമ്മൾ ചേച്ചിയുടെ റിക്വസ്റ്റ് മാനിച്ചിട്ട് പോവാൻ തന്നെ തീരുമാനിച്ചു. നമ്മൾ പോണതിന് മുന്നേ അമ്പലം ഒന്ന് പുറത്തുനിന്ന് കണ്ടു. വളരെ പഴയൊരു അമ്പലമാണ്, കാരമുക്ക് അമ്പലം എന്നാണ് പേര്. പക്ഷെ നല്ല ഫേമസ് ആയിട്ടൊരു അമ്പലമാണ്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് രാവിലെ ഇവിടെ നിന്ന് എഴുന്നള്ളിപ്പുണ്ട്. അപ്പൊ അങ്ങനെ നല്ല ഫേമസ് ആയിട്ടൊരു അമ്പലമാണ്, നല്ലൊരു ഫീലുള്ള ഒരു അമ്പലമാണ്. കുഞ്ഞു വരാറുണ്ടോ? പിറ്റേ ദിവസം നമുക്ക് ടൗണിലേക്ക് പോണായിരുന്നു. അപ്പൊ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് മുനിസിപ്പാലിറ്റിക്ക് കയറുമ്പോൾ വടക്കുന്നാഥൻ അമ്പലം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് എൻ്റെ സാറേ, അത് വാക്കുകളിൽ കൂടെ പറഞ്ഞ് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അന്ന് നമ്മൾ നമ്മുടെ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയ ഗാദറിങ്, ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാലഡ് ഡെക്കറേറ്റ് ചെയ്യായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതെന്തെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ള പോലെ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. പിന്നെ ചേച്ചിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെമ്മീൻ കറി ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ചപ്പാത്തി പോലത്തെ ഒരു സാധനം, പിന്നെ കൂന്തൽ, സാലഡ്. അയ്യോ, അത് സാലഡ് അല്ല, കേക്ക് ആയിരുന്നു കേട്ടോ, സോറി. ചേച്ചിയുടെ സ്പെഷ്യൽ ഫ്രൂട്ട്സ് ഗ്ലാസ് കേക്ക് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ചേച്ചി ഒരു കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്, കുക്കിംഗ് ഭയങ്കര പാഷനാണ്. ഇതാണ് നമ്മുടെ കഥാനായിക. എല്ലാവരും വിളിക്കാനും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്നിട്ട് റീസെൻ്റ്ലി ഒരു കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ മുന്നേ തുടങ്ങേണ്ടതായിരുന്നു, പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ നേരവും കാലം ഉണ്ടല്ലോ, ദാസ എന്നാണല്ലോ.
അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഇന്നലെ തീരുമാനിച്ച പോലെ ഫിഷിങ്ങിനൊക്കെ പോയി. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ള് പാടത്തിൽ കൂടെയാണ്. പുള്ള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ മഞ്ജു വാര്യരുടെ വീടൊക്കെ ഉള്ള സ്ഥലമാണ് പുള്ള് പാടം. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വഴി കൂടിയാണ് മഞ്ജു വാര്യരുടെ വീട്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും അവിടെ തന്നെയായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. ഇപ്പോൾ കുറച്ചും കൂടി ക്രൗഡഡായി. അന്നൊക്കെ ആരും അങ്ങനെ വരുന്ന ഒരു സ്ഥലമായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു സൺസെറ്റിൻ്റെ സമയം കൂടി ആയിരുന്നതുകൊണ്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് പറ്റി. ഞങ്ങൾ ടൂർ പോവാ ചൂണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതങ്ങോട്ട് കൊണ്ടുവരാൻ പറ. നമ്മൾ മീൻ പിടിക്കാൻ ചെന്ന സ്ഥലത്ത് നമ്മുടെ ഒരു മാമനും മോളും ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ മീനാണത്. നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ചേട്ടന് മാത്രമാണ് ഒരു മീൻ കിട്ടിയത്. അവസാനമായപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഉണ്ണിക്കൊരു മീനെ കിട്ടി. അതിനുശേഷം എനിക്കൊരു കുഞ്ഞു മീനെ കിട്ടി. പക്ഷെ മീനൊന്നും കിട്ടിയില്ലെങ്കിലും വിഷമമൊന്നും ഇല്ല കേട്ടോ. ഇത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയില്ലേ? നല്ലൊരു സൺസെറ്റ്, നല്ല കാറ്റ്, അത്രയും പോരെ.